അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. അള്ളാഹു അവന്റെ അടിമക്ക് വേണ്ടി ഒരുക്കുന്ന വിരുന്ന് അത് എത്ര സുന്ദരമായിരിക്കും. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ മനസ്സിലും ഇന്നുവരെ ആരും വരച്ചിട്ടില്ലാത്തത് അള്ളാഹു സ്വർഗക്കാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് ആദ്യമായിട്ട് സ്വർഗത്തിൽ നിന്ന് കിട്ടുന്ന വിഭവം എന്താണെന്ന് അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു ജൂത പുരോഹിതൻ വരുന്നുണ്ട്. 3 ചോദ്യങ്ങളുമായിട്ടാണ് അയാൾ വരുന്നത്. വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക യാ മുഹമ്മദ്. അപ്പൊ സൗബാൻ റളിയല്ലാഹു അൻഹു നബിയുടെ അരികിലുണ്ട്. സൗബാൻ റളിയല്ലാഹു അൻഹു അയാളൊന്ന് പിടിച്ച് തള്ളി. എന്നിട്ട് ചോദിച്ചു, അലാ തഖൂലു യാ റസൂലല്ലാഹ്, നിനക്ക് അള്ളാഹുവിന്റെ റസൂലെ എന്ന് വിളിച്ചൂടെ? എന്താണ് ഒരു ബഹുമാനമില്ലാതെ, ആദരവില്ലാതെ യാ മുഹമ്മദ് എന്ന് വിളിക്കുന്നത്? അപ്പൊ ജൂതൻ പറഞ്ഞു, മുഹമ്മദിന്റെ വീട്ടുകാര് മുഹമ്മദിനെ വിളിച്ച പേരാണ് ഞങ്ങൾ വിളിക്കുക. അപ്പൊ നബി അത് അംഗീകരിച്ചു കൊടുത്തു. എന്നിട്ട് അയാൾ പറഞ്ഞു, ജിതു അസ്അലുക, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അയൻഫഉക ശൈഉൻ ഇൻ ഹദ്ദസ്തുക, നിനക്ക് ഞാൻ മറുപടി തന്നാൽ അതിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? നിനക്ക് ഉത്തരം തന്നാൽ അതുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ? അതല്ല വെറുതെ തർക്കിക്കാൻ വേണ്ടിയിട്ട്, നേരം കളയാൻ വേണ്ടിയിട്ട് വന്നതാണോ? അപ്പൊ അയാൾ പറഞ്ഞു, അസ്മഉ ബി ഉദ്നയ്യ, എന്റെ 2 കാതുകൾ കൊണ്ട് ഞാനത് കേൾക്കും. അപ്പൊ ആദ്യം ഞാൻ കേൾക്കട്ടെ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാന്നുള്ളടത്താണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു കമ്പുണ്ട്. ആ കമ്പ് ഇങ്ങനെ നിലത്ത് കുത്തി നബി ഇങ്ങനെ ചിന്തയിലായി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽ, നീ ചോദിച്ചോ. അപ്പൊ അയാളുടെ ഒന്നാമത്തെ ചോദ്യം, അയ്ന യകൂനു الناس يوم تبدل الارض غير الارض والسماوات, ഖിയാമത്ത് നാളിനെ പറ്റിയിട്ടാണ്. എവിടെയായിരിക്കും അന്ന് മനുഷ്യന്മാരുണ്ടാവുക? ഭൂമിയൊക്കെ ആകെ മാറുമല്ലോ, ഈ ഭൂമിയിലായിരിക്കൂലല്ലോ. അപ്പൊ എവിടെയായിരിക്കും അന്ന് മനുഷ്യന്മാരുണ്ടാവുക? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീ ദുൽമത്തിൻ ദൂനൽ ജിസ്ർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സിറാത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അവർ സിറാത്തിലായിരിക്കും, അതിന്റെ ഇരുട്ടിലായിരിക്കും. അപ്പൊ അയാളുടെ രണ്ടാമത്തെ ചോദ്യം, ഫമൻ അവ്വലുൻ നാസി ഇജാസതൻ, ആർക്കാണ് ആദ്യം ആ സിറാത്തിലൂടെ കടന്നു പോകാനുള്ള അനുവാദം കിട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫുഖറാഉൽ മുഹാജിരീൻ, മുഹാജിറുകളുടെ കൂട്ടത്തിലെ ദരിദ്രർക്കാണ്, പാവപ്പെട്ടവർക്കാണ്. എല്ലാം ഉപേക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ പുറപ്പെട്ട ആൾക്കാർക്കാണ് ആദ്യമായിട്ട് ആ സിറാത്തിലൂടെ കടന്നു പോകാനുള്ള അനുവാദം കിട്ടുക. അപ്പൊ അയാളുടെ അടുത്ത ചോദ്യം, അവര് സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർക്കുള്ള സൽക്കാരം? ആദ്യം അവർക്ക് എന്താണ് അവിടെ നിന്ന് കിട്ടുക? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാദതു കബ്ദിൻ നൂനി, മത്സ്യത്തിന്റെ ഏറ്റവും വിശിഷ്ടമായ ആ കരളിന്റെ ഭാഗത്ത് നിന്നാണ് അവർക്ക് കഴിക്കാൻ കൊടുക്കുക. അതാണ് സ്വർഗക്കാരുടെ ഒന്നാമത്തെ വിഭവം. ആദ്യമായിട്ട് സ്വർഗത്തിലെത്തുന്ന ഒരാൾക്ക് തിന്നാൻ കിട്ടുന്നത് മത്സ്യത്തിന്റെ കരളിന്റെ ഏറ്റവും വിശിഷ്ടമായ ഭാഗമാണ്. സ്വർഗത്തിൽ ഒന്നാമത്തെ ഭക്ഷണമാണ്. അതിനുശേഷം പിന്നെ എന്താണ് അവർക്ക് കിട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, യുൻഹറു ലഹും സൗറുൽ ജന്ന, സ്വർഗത്തിലെ കാളയെ അവർക്ക് വേണ്ടി അറുക്കപ്പെടും. ആ സ്വർഗത്തിൽ നിന്ന് തിന്നു വളർന്ന, അവിടെ മേഞ്ഞു നടന്ന കാളയാണ്. ആ കാളയെ ആ സ്വർഗക്കാർക്ക് വേണ്ടിയിട്ട് അറുക്കപ്പെടും. ഫമാ ശറാബുഹും അലയ്യ, അവർക്ക് കുടിക്കാൻ കിട്ടുന്നത് എന്താണ്? മിൻ ഐനിൻ ഫീഹാ തുസമ്മ സൽസബീല, സൽസബീൽ എന്ന് പേരുള്ള അരുവിയിൽ നിന്ന് അവർക്ക് കുടിക്കാൻ കൊടുക്കും.
അപ്പൊ ഇതൊക്കെ സ്വർഗത്തിൽ അള്ളാഹു സ്വർഗക്കാർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളതാണ്. സ്വർഗത്തിലെ 3 വിഭവങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്. ഒന്ന് സ്വർഗത്തിലെ മത്സ്യത്തിന്റെ കരളാണ്. അപ്പൊ ഞാൻ മീനൊന്നും കൂട്ടൂല, എനിക്ക് മീനൊന്നും ഇഷ്ടമല്ല. ഇത് ദുനിയാവിലെ മീനല്ല. ദുനിയാവിലെ മീനുമായിട്ട് മത്സ്യവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത്. ഇത് ആഖിറത്തിലെ വിഭവമാണ്. സ്വർഗത്തിലെ കാളയാണ്. അവിടുത്തെ സൽസബീൽ എന്ന പേരുള്ള അരുവിയിൽ നിന്നാണ് അവർക്ക് കുടിക്കാൻ കിട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിലെ മീനിന്റെ കരള് കഴിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് കിട്ടണം. അവിടുത്തെ കാളയുടെ ഇറച്ചി തിന്നാനുള്ള യോഗ്യത നമ്മൾ നേടണം. സൽസബീൽ എന്ന അരുവിയിൽ നിന്ന് നമ്മൾ കുടിക്കണം. അള്ളാഹു നമ്മളൊക്കെ സ്വർഗക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, കണ്ണിമ വെട്ടുന്ന വേഗത്തിലാണ് റമദാൻ കടന്നുപോയിട്ടുള്ളത്. റമദാനും പെരുന്നാളൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന ഒരു മാനസികാവസ്ഥയിലാണ് നമ്മളുള്ളത്. റമദാനിൽ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ നമുക്കറിയാം. റമദാൻ കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. ഈ ഒരാഴ്ചക്കിടയിൽ നമുക്കിടയിൽ ഉണ്ടായ മാറ്റം എന്താണ്? റമദാനിലെ നമ്മളും ഈ കഴിഞ്ഞ ഒരാഴ്ചയിലെ നമ്മളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കുക. ഒരു മാസം കുറച്ചൊക്കെ റിസ്ക് എടുത്തു, കുറെയൊക്കെ ഉറക്കമൊഴിച്ചു, ഖുർആന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി, രാത്രി നിസ്കാരത്തിൽ വ്യാപൃതനായിരുന്നു. ഇനി കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കാം, ഒന്ന് വിശ്രമിക്കാം എന്നാണ് നമ്മൾ കരുതുന്നത് എങ്കിൽ നമ്മൾ ശരിക്ക് ആലോചിക്കുക. വിശ്രമിക്കാൻ നമുക്ക് സമയമായിട്ടുണ്ടോ? റെസ്റ്റ് എടുക്കാൻ നേരമായിട്ടുണ്ടോ? എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? അള്ളാഹു എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്? മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നല്ലൊരു കച്ചവടക്കാരനാവുക, ബിസിനസ്സിൽ നമ്മൾ നല്ല നേട്ടങ്ങൾ കൈവരിക്കുക, നാട്ടിൽ അറിയപ്പെട്ട ഒരു ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, ഇതാണോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? നാട്ടില് പേരും പ്രശസ്തിയൊക്കെ ഉള്ള ഒരു പന്ത് കളിക്കാരനാവുക, അങ്ങനെ നാട്ടുകാർക്കിടയിലൊക്കെ അറിയപ്പെടുക, അതാണോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? എന്തിനാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്? ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമ്മൾ ശരിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കണം, എന്തിനാണ് അള്ളാഹു എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്? ഈ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ്? അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്യുന്ന അള്ളാഹുവിന്റെ നല്ല അടിമയാവുക എന്നുള്ളതാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. എന്തിനാണ് അള്ളാഹു ജീവിതവും മരണവും ഒരുക്കിയിട്ടുള്ളത്? നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് ഒരുങ്ങുന്നവരാരാണ്? ഏറ്റവും ഉഷാറായിട്ട് പണിയെടുക്കുന്നത് ആരാണ്? അത് പരീക്ഷിച്ചറിയാനാണ് അള്ളാഹു ഈ ജീവിതം നമുക്ക് തന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ അടിമയാവുക എന്ന് പറഞ്ഞാല് അത് ചെറിയൊരു സംഗതിയല്ല, അത് വലിയ അംഗീകാരമാണ്. അള്ളാഹുവിന്റെ അടിമയാവുക, അബ്ദുള്ളയാവുക എന്ന് പറഞ്ഞാൽ അത് വലിയ അംഗീകാരമാണ്, വലിയ സ്ഥാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് അള്ളാഹു അബ്ദ് എന്ന് ഖുർആനിൽ പറഞ്ഞ സ്ഥലങ്ങൾ നമ്മളൊന്ന് എണ്ണി നോക്കുക. ഇപ്പൊ ഖുർആൻ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തതിനെ പറ്റിയിട്ട് അള്ളാഹു പറയുന്നിടത്ത് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിച്ചത് എന്താണെന്നറിയോ? തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറ. അബ്ദ് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു ഖുർആൻ ഇറക്കി കൊടുത്തിരിക്കുന്നു എന്നാണ്. ഇസ്രാഉം മിഅ്റാജും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ 2 അത്ഭുതങ്ങളാണ്, വലിയ അത്ഭുതങ്ങളാണ്. ആ അത്ഭുതങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ ഖുർആൻ പറഞ്ഞത് എന്താ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. അല്ലാഹുവിന്റെ അടിമ അബ്ദ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കക്കാർ കളിയാക്കി, ശത്രുക്കൾ പരിഹസിച്ചു, ഖുർആൻ മുഹമ്മദ് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്ന് വാദിച്ചു. അവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിച്ചുകൊണ്ട് ആ ശത്രുക്കളെ അല്ലാഹു വെല്ലുവിളിച്ചു. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. നമ്മുടെ അടിമക്ക് നാം ഇറക്കി കൊടുത്തത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതുപോലുള്ളത് നിങ്ങൾ കൊണ്ടുവരി. ആ വെല്ലുവിളിക്കുന്ന സമയത്തും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു പരിചയപ്പെടുത്തിയത്, ഖുർആൻ പരിചയപ്പെടുത്തിയത് അബ്ദ് എന്നാണ്, അടിമ എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ അടിമയാകുക എന്ന് പറഞ്ഞാൽ അത് വലിയ സ്ഥാനാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകളെ പറ്റിയിട്ട് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ് അബ്ദുല്ലാഹ് വ അബ്ദുർറഹ്മാൻ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പേരുകൾ, ഒന്ന് അബ്ദുല്ലാഹ് എന്നുള്ള പേരാണ്, 2 അബ്ദുർറഹ്മാൻ എന്ന പേരാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പേരുകൾ.
അപ്പൊ അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതാണ് റമദാനിൽ നമ്മൾ പരിശ്രമിച്ചത്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയത്നിച്ചത്, നമ്മൾ പണിയെടുത്തത്. ആ റമദാനോട് കൂടി എല്ലാം അവസാനിപ്പിച്ച് ഇനി നമ്മളെ പഴയ കോലത്തിലേക്കും പഴയ രീതിയിലേക്കും ആ പഴയ അവസ്ഥയിലേക്കുമാണ് നമ്മൾ മടങ്ങിപ്പോകുന്നത് എങ്കിൽ നമ്മളെക്കാളും വലിയ നഷ്ടക്കാർ വേറാരാണ്? ഏറ്റവും ഉറപ്പുള്ളത് ആ മരണം നിന്നെ തേടി വരുന്നത് വരെ അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്തുകൾ കൊണ്ട് സജീവമാവുക, മരണം വരെ ഇബാദത്തുകൾ ചെയ്യുക. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. മരിക്കാൻ കിടക്കുന്ന നേരത്തെ മലക്കുകൾ വരും. ആരുടെ അടുക്കലേക്ക്? അള്ളാഹു ആണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പ്രഖ്യാപിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത ആളുകളുടെ അടുക്കലേക്ക്. എന്നിട്ട് അവരെ സന്തോഷ വാർത്ത അറിയിക്കും. നിങ്ങൾ സങ്കടപ്പെടേണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. ആർക്കാണത്? അള്ളാഹു ആണ് ഞങ്ങളുടെ റബ്ബിന് പ്രഖ്യാപിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത ആൾക്കാർക്കാണ്. ഇബ്നു റജബ് റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലദീന ഖാലു റബ്ബുന അല്ലാഹു കസീർ, ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആണെന്ന് പ്രഖ്യാപിച്ച ഒരുപാട് മനുഷ്യന്മാരുണ്ട്. വലാകിൻ അഹ്ലുൽ ഇസ്തിഖാമത്തി ഖലീൽ, പക്ഷെ അതിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരു കുറച്ചേ ഉള്ളൂ. റബ്ബ് അല്ലാഹു ആണെന്ന് പ്രഖ്യാപിച്ചവർ കുറെ ഉണ്ട്, പക്ഷെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവർ ഖലീൽ, അവർ വളരെ കുറച്ചാണ്. അപ്പൊ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. സുഫിയാൻ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, കുല്ലി ഫിൽ ഇസ്ലാമി ഖൗല, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾ എനിക്കൊരു വാക്ക് പഠിപ്പിച്ചായിരുന്നു, വേറെ ആരോടും എനിക്കത് ചോദിക്കേണ്ടി വരരുത്, പൂർണ്ണമായ എനിക്ക് മുറുകെ പിടിക്കാൻ പറ്റിയ ഒരു വാക്ക് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുൽ ആമൻതു ബില്ലാഹി സുമ്മ ഇസ്തഖിം, ഞാൻ അല്ലാഹു വിശ്വസിച്ചിട്ടുണ്ടെന്ന് നീ പ്രഖ്യാപിക്കുക, അതിൽ നീ ഉറച്ചു നിൽക്കുക. അപ്പൊ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. റമളാനിൽ ചെയ്തതൊക്കെ റമളാനോട് കൂടി നിർത്തി ഇനി അടുത്ത റമളാൻ വരട്ടെ എന്നിടത്താണ് നമ്മൾ ഉള്ളത് എങ്കിൽ നമ്മുടെ റമളാനിലെ കർമ്മങ്ങളെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കണം. റമളാനിലെ കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ, അതിന്റെ ഒരു അടയാളമായിട്ട് പണ്ഡിതന്മാരൊക്കെ പറയുന്ന ഒരു കാര്യം, അൽ ഹസനതു ബഅദൽ ഹസന സവാബുൽ ഹസന, ഒരു കർമ്മം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നതിന്റെ ഒരു അടയാളമാണ് നന്മക്ക് ശേഷം നമുക്ക് വീണ്ടും 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 നന്മ ചെയ്യാൻ കഴിയുക എന്നുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയും ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആലക്ക് പറയുന്ന ഒരു അടിസ്ഥാനമാണ്. ഒരു നന്മ ചെയ്തിട്ട് വീണ്ടും വീണ്ടും നന്മകൾ ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട് എങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നുണ്ട് എന്നതിന്റെ ഒരു അടയാളമാണ്. അപ്പൊ അങ്ങനെ റമളാനിൽ ചെയ്ത നന്മകൾ തുടർത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? നമ്മളൊന്ന് പ്ലാൻ ചെയ്താൽ നടക്കും, നമ്മൾ വിചാരിച്ചാൽ, നമ്മളൊന്ന് ഉറച്ച തീരുമാനമെടുത്താൽ നമുക്ക് കഴിയും. ഇപ്പൊ നമ്മുടെയൊക്കെ മൊബൈലില് ടാസ്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഒരു ദിവസം നമ്മൾ ചെയ്തു തീർക്കേണ്ട പണികൾ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്യുക, ഓരോ ദിവസവും അതൊന്ന് വിലയിരുത്തുക. എന്തൊക്കെ ഞാൻ ഇന്ന് ചെയ്തു, എന്തൊക്കെ ഞാൻ ചെയ്യാൻ ബാക്കി വെച്ചു. നമുക്ക് അലാറം വെക്കാം, ഉച്ചക്ക് 11 മണിക്കൂർ അലാറം, 12 മണിക്കൂർ അലാറം. എന്തിനാ? അത് ദുഹാ നിസ്കരിക്കാനാണ്, നമ്മളൊന്ന് ഓർമ്മപ്പെടുത്താൻ. 2 റക്അത്ത് ദുഹാ നിസ്കരിക്കാൻ നമുക്ക് എത്ര സമയം വേണം, അതിന് എത്ര കഷ്ടപ്പാടുണ്ട്. ആ ദുഹാ നിസ്കാരം പതിവായിട്ട് നിർവഹിക്കുന്ന എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എത്ര വലിയ ശ്രേഷ്ഠതയും പുണ്യവുമാണ് ആ നിസ്കാരത്തിനൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരു ദിവസം 10 രൂപ ഞാൻ സ്വതക്ക കൊടുക്കും, ഡെയിലി 10 രൂപ ഒരാൾ സ്വതക്ക കൊടുക്കും തീരുമാനിക്കുക. അപ്പൊ ഇന്നലെ ഒരു സുഹൃത്തിനെ കണ്ടു, അദ്ദേഹം പറഞ്ഞു, മാസത്തിൽ ഞാനൊരു 2.5% എന്റെ ലാഭത്തിൽ നിന്ന്, വരുമാനത്തിൽ നിന്ന് മാറ്റിവെക്കും. അത് പാവപ്പെട്ട ആൾക്കാർക്കുള്ള സക്കാത്തൊന്നുമല്ല, സക്കാത്ത് അല്ലാതെ തന്നെ 2.5% ഞാൻ മാറ്റിവെക്കും. അത് കൊടുക്കുമ്പോൾ ഒരു സംതൃപ്തിയാണ്. അത് എത്ര നല്ലൊരു മനസ്സാണ്. നമ്മളൊന്ന് പ്ലാൻ ചെയ്താലേ കൊടുക്കാൻ പറ്റൂല. നമുക്ക് ഒരു ദിവസം 10 രൂപ കൊടുത്താല് 10 ദിവസം കൊണ്ട് 100 രൂപ, ഒരു മാസം, ഒരു വർഷം കൊടുത്താൽ എത്രയായി? അല്ല, ഒന്നും കൊടുക്കാതിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ. നമ്മൾ പ്ലാൻ ചെയ്യണം. ഖുർആൻ പാരായണത്തിന് നമുക്കൊരു പ്ലാനിങ് വേണം. എല്ലാ നിസ്കാരത്തിന്റെയും സമയത്ത് അതിന്റെ ആദ്യം, അവസാനം, നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ്, തുടങ്ങി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം 2 പേജ് 3 പേജ്, ഒരു ദിവസം ഒരു ജുസ് നമുക്ക് ഓതിക്കൂടെ? അപ്പൊ അങ്ങനത്തെ പ്ലാനുകൾ കണ്ട് നമ്മൾ എന്ത് ചെയ്യുക? റമളാനിൽ ചെയ്ത നന്മകൾ തുടരാൻ നമ്മൾ പരിശ്രമിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ബാക്കി ഉണ്ടാവുക.
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യത്ബഉൽ മയ്യിത സലാസ, 3 കാര്യങ്ങൾ ഒരു മയ്യിത്തിനെ പിന്തുടരുന്നാണ്, ഒരു ജനാസയെ പിന്തുടരും. ഫയർജിഉ ഇസ്നാനി വയബ്ഖാ മഅഹു വാഹിദ്, 2 എണ്ണം ഓനെ ഖബറിൽ ആക്കിയിട്ട് തിരിച്ചു പോരും, 1 മാത്രം അവന്റെ കൂടെ ഉണ്ടാവുക. ഓന്റെ കുടുംബവും അവന്റെ സമ്പത്തും മടങ്ങിപ്പോരും. ഓൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓന്റെ മുതല് ബാക്കിയുള്ളവർക്കുള്ളതാണ്, അത് അനന്തരാവകാശികൾക്കുള്ളതാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആലയുടെ അരികിൽ വന്നിട്ട് ഒരു പെണ്ണൊരു ഫത്വ ചോദിക്കുന്നുണ്ട്. ഇമാം ഷാഫിയോട് പറയാണ്, എന്റെ പുതിയാപ്പിള എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ ഉപ്പാന്റെ പുരയ്ക്ക് പോയാല് എന്റെ പുതിയാപ്പിള തൊലാക്ക് ചെയ്യും. അപ്പോ എന്റെ ഉപ്പ മരിച്ചിട്ടുണ്ട്, എനിക്ക് എന്റെ ഉപ്പാനെ കാണാൻ പോകാൻ പറ്റുമോ? അപ്പൊ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം, കാരണം ഇപ്പോൾ അത് നിങ്ങളുടെ ഉപ്പയുടെ വീടല്ല, നിങ്ങളുടെ ഉപ്പ മരിച്ചതോടുകൂടി അത് അനന്തരാവകാശികൾക്കുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആ വീട്ടിലേക്ക് പോയാൽ നിങ്ങൾ പോകും നിങ്ങളുടെ ഉപ്പാന്റെ വീട്ടിലേക്കല്ല, ഉപ്പയുടെ അനന്തരാവകാശികളുടെ വീട്ടിലേക്കാണ്. അത്രയേ ഉള്ളൂ നമ്മുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ. ബാക്കിയാകുന്നത് നമ്മുടെ കർമ്മങ്ങളാണ്, നമ്മുടെ സുജൂദും നമ്മുടെ റുകൂഉം നമ്മുടെ ഖുർആൻ പാരായണങ്ങളും നമ്മൾ ചെയ്ത സ്വതക്കകളൊക്കെയാണ് നമുക്ക് കൂട്ടിനുണ്ടാവുക. അപ്പൊ അങ്ങനെ പുണ്യങ്ങൾ ചെയ്ത് നന്മകൾ ചെയ്ത് മുന്നേറുവാൻ നമുക്ക് പറ്റണം. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അള്ളാഹുമായി കൊണ്ടുള്ള ഇടപാടുകളിൽ നമ്മൾ സത്യസന്ധരായിരിക്കണം. സത്യസന്ധരായ അടിമകളെ നമ്മുടെ റബ്ബ് ഒരിക്കലും കൈവിടുകയില്ല. നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ട ഒരു മരണരംഗമാണ് അബൂ ത്വാലിബിന്റെ മരണരംഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ത്വാലിബിന്റെ അരികിൽ ഇരുന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്, യാ അം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയ്, കലിമത്തുൻ ഉഹാജു ലക ബിഹാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ എനിക്കൊന്ന് വാദിക്കാനാണ്, എന്റെ മൂത്താപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടാണ് മരിച്ചത്. അപ്പൊ അപ്പുറത്ത് അബൂജഹലും അബ്ദുല്ലാഹിബ്നു അബി ഉമയ്യയും ഉണ്ട്. അവർ മക്കക്കാരാണ്, ശത്രുക്കളാണ്, നബിയുടെ ശത്രുക്കളാണ്. അപ്പൊ ഓരോ ചോദിക്കുന്നുണ്ട്, അത്തർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഈ മരിക്കാൻ നേരത്ത് ദീന് മാറുകയാണോ, കാലു മാറുകയാണോ, അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്ത് ഒഴിവാക്കി പോവുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയും, യാ അം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അപ്പുറത്തുനിന്ന് അബൂജഹലും അബ്ദുല്ലാഹിബ്നു ഉമയ്യയും പറയും, അത്തർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. അവസാനം അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്ത് തന്നെ ആയിട്ടാണ് മരിക്കുന്നത് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ അബൂ ത്വാലിബ് മരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ വേദനയും ഉണ്ടാക്കിയ ഒരു മരണം കൂടിയാണ് അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞിട്ട് തിരിച്ചു നടക്കുമ്പോൾ അല്ലാഹുവിന്റെ ആയത്തുകൾ ഇറങ്ങി, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹുവിന്റെ റസൂൽ, നിങ്ങൾ വിചാരിക്കുന്നവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കാൻ പറ്റൂല. ആർക്കാണ് ഹിദായത്ത് കൊടുക്കേണ്ടത് എന്ന് ഏറ്റവും നന്നായി അറിയുന്നവൻ അല്ലാഹുവാണ്. ഇവിടെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ആരായിരുന്നു അബൂ ത്വാലിബ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്ര സപ്പോർട്ട് ചെയ്ത വേറെ ആരാളുള്ളത്? 8ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്യുപ്പയെ നഷ്ടപ്പെട്ടു. ജനിക്കുന്നതിന് മുമ്പ് ഉപ്പ മരിച്ചു, 6ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു, 8ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബും മരിച്ചു. പിന്നെ ആ 8ാമത്തെ വയസ്സ് മുതൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പതിറ്റാണ്ടുകളോളം സംരക്ഷിച്ച മനുഷ്യനാണ് അബൂ ത്വാലിബ്. സ്വന്തം മക്കൾക്ക് പോലും ഇരിക്കാൻ അനുവാദമില്ലാത്ത വിരുപ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ ത്വാലിബ് ഇരുത്തിയിട്ടുണ്ട്. സ്വന്തം മക്കളെ പോലും കൊണ്ടുപോകാത്ത യാത്രകളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ ത്വാലിബ് ഒപ്പം കൂട്ടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് 3 വർഷം ശഅബ് അബൂ ത്വാലിബിൽ പട്ടിണി കടന്ന മനുഷ്യനാണ് അബൂ ത്വാലിബ്. പക്ഷേ ഹിദായത്ത് കിട്ടിയിട്ടില്ല. അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റിയിട്ടില്ല. നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അബൂ ത്വാലിബിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാതിരുന്നത്? നാളെ നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന ഒരാളാണ് അബൂ ത്വാലിബ്.
ആ രണ്ട് ചെരുപ്പുകൾ, അതിലോ ഒരാൾ അബൂ താലിബാൻ. കാരണം എന്താണ്? അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത് കൊണ്ട് കിട്ടിയ ഇളവാണ്. പക്ഷെ കാലാകാലം നരകത്തിൽ തന്നെയാണ്. നരകത്തിൽ നിന്ന് ഒരു മോചനം അബൂ താലിബിന് ഇല്ല. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ഹൽ നഫഅത അബാ താലിബിൻ ബിശൈ? അബൂ താലിബ് നിങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്ത ആളല്ലേ, നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ആളല്ലേ, അതുകൊണ്ട് അബൂ താലിബിന് എന്തെങ്കിലും മെച്ചുണ്ടാവോ റസൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അദ്ദേഹത്തിന് ആ രണ്ട് ചെരുപ്പുകളാണ് ഉണ്ടാവുക. ഞാനില്ലായിരുന്നുവെങ്കിൽ ഞാനില്ലായിരുന്നുവെങ്കിൽ നരകത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലായിരിക്കുമായിരുന്നു അബൂ താലിബ് ഉണ്ടാവുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചതുകൊണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടുമാണ് അബൂ താലിബ് ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്നത്. എന്നാലും കാലാകാലം നരകത്തിലാണ്. അബൂ താലിബിന് സത്യം അറിയാമായിരുന്നു. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന. ഏറ്റവും നല്ല ദീന് മുഹമ്മദിന്റെ ദീനാണ്. മുഹമ്മദ് കൊണ്ടുവന്നത് 100% ശരിയാണ് എന്ന് അബൂ താലിബിന് അറിയാമായിരുന്നു. പിന്നെന്താ പ്രശ്നം? അപ്പൊ ഞാൻ അവസാനം വെച്ചിട്ട് ദീന് മാറിക്കഴിഞ്ഞാല് ഖുറൈശികൾ എന്താ പറയാ, എന്നെ പറ്റിയിട്ട് ബാക്കിയുള്ളവരെന്താ വിചാരിക്കുക? ഇഖ്ലാസ് ഉണ്ടായിരുന്നില്ല, സത്യസന്ധത ഉണ്ടായിരുന്നില്ല. ആ സത്യസന്ധത ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു അബൂ താലിബിനെ സംരക്ഷിക്കുമായിരുന്നു. അപ്പൊ അള്ളാഹുമായിട്ടുള്ള ഇടപാടിൽ സത്യസന്ധത കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് റമളാന് ശേഷം നമ്മൾ തെറ്റിപ്പോകാതിരിക്കാൻ, നമ്മൾ നേടിയെടുത്ത തഖ്വയിൽ ഈമാനിൽ ഉറച്ചു നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം സത്യസന്ധരായിരിക്കുക അള്ളാഹുമായിട്ടുള്ള ഇടപാടുകൾ. രണ്ടാമത്തെ ഒരു കാര്യം, ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെ ഈ ദീനിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിച്ചില്ലേ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ആ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അടുത്ത് വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മുആദേ, ഓരോ നിസ്കാരത്തിന്റെ അവസാനത്തിൽ നീ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഏറ്റവും നല്ല നിലക്ക് അല്ലാഹുവിനെ ആരാധിക്കുവാൻ, അല്ലാഹുവിന് ശുക്ർ കാണിക്കുവാൻ, അള്ളാഹുവിന്റെ നല്ല അടിമയാവുവാൻ, അള്ളാഹുവിനെ ഓർക്കുവാൻ നീ പ്രാർത്ഥിക്കണം എന്നാണ് മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. അപ്പൊ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള ഈ റമളാനിൽ നേടിയെടുത്ത തഖ്വയും ഈമാനും ഒക്കെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള രണ്ടാമത്തെ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഈ അബൂ താലിബിന്റെ സംഭവത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു പാഠം കൂടിയുണ്ട്. ഈ അവസാന സമയത്തും അബൂ താലിബിനെ ആരും വിടുന്നില്ല, അബൂ താലിബിന്റെ കൂട്ടുകാർ വിടുന്നില്ല. അബൂജഹലും അബ്ദുല്ലാഹിബ്നു ഉമയ്യയും ആവർത്തിച്ച് പറയാണ്, അത്തർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. അവസാനം ആ മനുഷ്യർക്ക് നരകം ഉറപ്പിച്ചു കൊടുത്തിട്ടാണ് ആ ചങ്ങായിമാർ അവിടുന്ന് പോകുന്നത്. അത് നമുക്ക് കിട്ടുന്ന ഒരു പാഠം എന്താണെന്ന് അറിയാം, നമ്മളെ നേർവഴിയിൽ നടത്തുന്ന നല്ല കൂട്ടുകാർ നമുക്കുണ്ടാകണം. കൂട്ടുകെട്ട് മോശമാണെങ്കിൽ നമ്മൾ മോശക്കാരായി മാറും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരാൾ അയാളുടെ കൂട്ടുകാരന്റെ ദീനിലാണ്. ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. അതുകൊണ്ട് ആരുടെ കൂടെയാണ് കൂടുന്നത് എന്നുള്ളത് നല്ലോണം നമ്മൾ ആലോചിക്കണം. അല്ലാഹുവിനെ പറ്റിയിട്ട് നമ്മളോട് സംസാരിക്കുന്ന എത്ര കൂട്ടുകാർ നമുക്കുണ്ട്. ഒരു ദിവസം ജമാഅത്തിൽ നമ്മളെ കണ്ടിട്ടില്ല എങ്കിൽ, എന്താ ഇന്ന് ജമാഅത്തിന് കണ്ടില്ലല്ലോ, എന്ത് പറ്റി എന്ന് ചോദിക്കുന്ന എത്ര കൂട്ടുകാർ നമുക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ഓർമ്മപ്പെടുത്തുന്ന എത്ര കൂട്ടുകാർ നമുക്കുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിന്തുടരുവാൻ നമുക്ക് പ്രോത്സാഹനവും പിന്തുണയും തരുന്ന എത്ര ഫ്രണ്ട്സ് നമുക്കുണ്ട്. നമ്മുടെ ദുനിയാവും ആഖിറത്തും നന്നാകണമെന്ന് ആത്മാർത്ഥമായി കൊണ്ട് കൊതിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. നമ്മുടെ അടുത്തില്ല എങ്കിലും അകലെ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എത്ര കൂട്ടുകാർ നമുക്കുണ്ട്. അങ്ങനത്തെ ഒരു കൂട്ടുകാരൻ നമുക്കുണ്ട് എങ്കിൽ അത് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും നല്ല സൗഭാഗ്യമാണ്. കൂട്ടത്തിൽ കൂടണം, നമ്മൾ നല്ല മനുഷ്യന്മാരുടെ ഒപ്പം കൂടണം. അങ്ങനെ നല്ല മനുഷ്യന്മാരുടെ കൂടെ കൂടുമ്പോ നമുക്ക് നല്ല വഴിയിൽ ഉറച്ചു നിൽക്കാൻ പറ്റും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ജമാഅത്തിന്റെ കൂടെ നിൽക്കണം. പ്രത്യേകിച്ചും നിസ്കാരത്തിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോ അത് ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാ മിൻ സലാസത്തിൻ ഫീ ഖറിയത്തിൻ വലാ ബദ്വിൻ ലാ തുഖാമു ഫീഹിം സ്വലാത്ത് ഇല്ലാ ഖദ് ഇസ്തഹ്വദ അലൈഹിം ശൈത്താൻ. ഒരു നാട്ടില് 3 ആൾക്കാരുണ്ട്, അവിടെ ജമാഅത്ത് നടക്കുന്നില്ല എങ്കിൽ ശൈത്താൻ നിങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന പറഞ്ഞത്. ഫഅലൈക്കും ബിൽ ജമാഅ, അതുകൊണ്ട് നിങ്ങൾ ജമാഅത്തിന്റെ കൂടെ നിൽക്കുക, നല്ല മനുഷ്യന്മാരുടെ ഒപ്പം ചേരുക. ഫഇന്നമാ യഅകുലു ദിബ്ബു അൽ ഖാസിയ,
ഒറ്റപ്പെട്ടു പോകുന്ന ആ ആട്ടിൻകുട്ടിയെയാണ് ചെന്നായ പിടിക്കുക. ആട്ടിൻപറ്റത്തിൽ നിന്ന് അകന്നു പോയി ഒറ്റക്ക് മേയുന്ന ആടിനെ പെട്ടെന്ന് ചെന്നായ പിടിക്കും. ആ ചെന്നായയാണ് ശൈത്താൻ. ആ ശൈത്താൻ നമുക്കുള്ള സംരക്ഷണമാണ് നല്ല മനുഷ്യന്മാരുടെ കൂടെ, നല്ല കൂട്ടുകാരുടെ കൂടെ നിൽക്കുക എന്നുള്ളത്. അതും റമദാനിൽ നമ്മൾ നേടിയെടുത്ത ഈമാനും തഖ്വയും നിലനിർത്താനുള്ള മാർഗമാണ്. അങ്ങനെയൊക്കെയുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ തുന്നിയുണ്ടാക്കിയ തഖ്വ എന്ന കുപ്പായം അത് കീറി മുറിച്ച് നശിപ്പിച്ച് കളയാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു ദീനിൽ ഉറച്ച് നിർത്തുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ.